വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ ഉച്ച മുതൽ എടുത്തു തുടങ്ങിയ വീഡിയോ ആണ്. അതിലത്തെ വിശേഷങ്ങളൊക്കെ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസിൽ എന്തൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പോയി കുളിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഇക്കാക്ക ഫുഡ് കഴിക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ കുട്ടികൾക്ക് എടുത്തു കൊടുക്കുകയാണ്. ഈ അരി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സാധാരണ ഞാനിവിടെ കൈമ റൈസാണ് യൂസ് ചെയ്യുന്നത്. 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് പോലും ഇത് വെന്ത് വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞാനും ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഫോണിൽ നോക്കി കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മഗ്‌രിബിൻ്റെ സമയമൊക്കെ ആയപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. നമസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് ചന്ദനത്തിരിയൊക്കെ ഒന്ന് കത്തിച്ച് വെക്കട്ടെ. കുട്ടികളിത് താഴ്ത്തിരുന്ന് കളിക്കുന്നുണ്ട്. പുറത്തത്തെ ലൈറ്റ് ഒന്നും ഇടാൻ സമയമായിട്ടില്ല. എന്നാലും ഞാൻ നേരത്തെ തന്നെ ഇട്ട് വെക്കും, അല്ലെങ്കിൽ മറന്നു പോകും. ഇത് കണ്ടോ, അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ പുറത്തുണ്ട്. എന്നാലും ഞാൻ നേരത്തെ തന്നെ ലൈറ്റ് ഇട്ട് വെച്ചതാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട്. ഓതാനും ദിക്ർ ചെല്ലാനുള്ളതൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറണം. ഇപ്പോൾ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വ്യൂ ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ കർട്ടനൊക്കെ ഒന്ന് എടുത്തിടുകയാണ്. രാത്രിത്തേക്ക് വെള്ളയപ്പം ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കട്ടെ. ചുടാൻ ടൈം ആകുമ്പോഴേക്കും തണുപ്പൊക്കെ പോയിട്ടുണ്ടാകും. ഇനി ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം നിറച്ച് വെക്കാനുണ്ട്. അതൊക്കെ ഒന്ന് നിറച്ച് വെക്കട്ടെ, അല്ലെങ്കിൽ ഇക്ക വരുമ്പോൾ കൊടുക്കാനായിട്ട് വെള്ളം ഉണ്ടാവില്ല. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോസാണ്. ഇപ്പോൾ ഇക്ക 4-5 ദിവസമായിട്ട് പുറത്തോട്ടൊന്നും പോകാറില്ല. ഷോൾഡർ സർജറി കഴിഞ്ഞിട്ട് വീട്ടിലുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ആരെങ്കിലും സർജറി എന്തെങ്കിലും ചെയ്യാനായിട്ട് UAE പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 100% നാട്ടിൽ പോയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അത് ചികിത്സേൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടല്ല, അല്ലാതെയുള്ള കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞതാണ്. നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് സർജറി കഴിയുന്ന ആൾക്ക് മെൻ്റലി ഒരു സപ്പോർട്ട് ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിവിടെ ഷെയർ ചെയ്തത്. അപ്പോഴേക്കും ഞാനിതാ പാത്രത്തിലേക്ക് മാവൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മാവ് മാത്രമേ ഇപ്പം ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഇക്കാക്ക വരാതിരുന്നത് കൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണ് ഞാനും ഇക്കാക്കയും രാത്രി കഴിക്കുന്നത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഒരിക്കൽ ഞാൻ കുട്ടി ദോശയായിട്ട് ചുട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഇത് മാത്രമേ പറ്റുള്ളൂ. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് കുറച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് വലിയ മടിയൊന്നുമില്ല. പിന്നെ കാണാൻ തന്നെ നല്ല ക്യൂട്ടായതുകൊണ്ട് ഉണ്ടാക്കാൻ നമുക്കും കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിതാ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇപ്പോൾ എൻ്റെ സെറാമിക്കിൻ്റെ ചില പാത്രങ്ങളിൽ ഇതുപോലെ ഒരു വിള്ളൽ പോലെ വരുന്നുണ്ട്. അത് കഴുകുമ്പോൾ മാത്രം, കഴുകി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ അത് പോകുകയും ചെയ്യും. അപ്പോഴേക്കും ഇതാ വെള്ളയപ്പം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മറിച്ചിടാണ്. എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇങ്ങനെ മറിച്ചിടാതെ. വെന്തിട്ടുണ്ടാകുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള ടെൻഷനാണ്. പാനിലേക്ക് വെന്ത് വന്നത് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഒന്ന് ചായ ഉണ്ടാക്കിയെടുക്കട്ടെ. എനിക്കൊരു എനർജി ആവശ്യമാണ്. ഇന്നിപ്പോൾ ഞാൻ കട്ടൻ ചായയാണ് കുടിക്കാൻ പോകുന്നത്. ഇപ്പോഴിതാ കുട്ടി വെള്ളയപ്പം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണം. അതിനു മുമ്പ് ബോക്സിലാക്കിയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ പൊടി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൂടി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ. കുട്ടികൾ 2 ആളും ഇപ്പം നല്ല കളിയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു വന്ന് എൻ്റെ ചായ കൂടി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാമെന്ന്. പക്ഷെ കുട്ടികൾ അതിനെന്നെ സമ്മതിച്ചിട്ടില്ല. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ചായ കുടിച്ചാൽ മതി എന്നാണ് കുട്ടികൾ പറയുന്നത്. ഇപ്പം ന്യൂട്ടെല്ല വാങ്ങിയതിന് ശേഷം കുട്ടികൾ ഇത് കൂട്ടിയാണ് കഴിക്കുന്നത്. ഞാനും ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. കുട്ടികളെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരാൾക്ക് ന്യൂട്ടെല്ല വേണ്ട, ബൂസ്റ്റ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾക്ക് ന്യൂട്ടെല്ലയും ഒരാൾക്ക് ബൂസ്റ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. പ്ലേറ്റിൽ അത്രത്തോളം ബൂസ്റ്റ് കണ്ടതുകൊണ്ട് കുട്ടികൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. അത്രയൊന്നും കുട്ടികൾ കഴിക്കില്ല, ബാക്കി അവിടെ വെച്ചിട്ട് പോകും. എന്നാലും പ്ലേറ്റ് നിറച്ച് അവർക്ക് കാണണം. കുട്ടികൾ ഇതാ ഫുഡ് അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചായയും കുടിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മോനിതാ എന്നോട് പിണങ്ങി നിൽക്കണേ. അതെന്തിനാന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ചോക്ലേറ്റോ മറ്റോ എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് കുറച്ച് നേരം ഞാൻ അവനെ എടുത്തു വെച്ചിട്ട് തമാശയൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക ഉമ്മാനായിട്ടും പെങ്ങളായിട്ടും വീഡിയോ കോൾ ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഓറഞ്ച് ഇക്കാക്കാക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നത്. എനിക്കും ഇക്കാക്കാക്കും ഉള്ള ജ്യൂസ് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കുട്ടികൾക്ക് ജ്യൂസ് വേണ്ട, കഴിക്കാൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കാതിരുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാനും കുറച്ച് നേരം വീഡിയോ കോളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.